പുരാതന മനുഷ്യർ തങ്ങളുടെ മസ്തിഷ്കത്തിനായി രണ്ട് വിധത്തിൽ വ്യയം ചെയ്തു. ഭക്ഷണം സമാഹരിക്കാനായി കൂടുതൽ സമയം വിനിയോഗിച്ചതായിരുന്നു അതിൽ ആദ്യത്തേത്. ശരീരപേശികളെ അയച്ചുകൊണ്ട് അങ്ങനെ സമ്പാദിക്കുന്ന ഊർജത്തെയും മസ്തിഷ്കത്തിനായി ഉപയോഗം ചെയ്തതായിരുന്നു രണ്ടാമത്തേത്. ഗവൺമെൻറ്റുകൾ വകമാറ്റി ചെലവഴിക്കുന്നത് പോലെ, പ്രതിരോധത്തിനായി നീക്കിവെച്ച ധനം വിദ്യാഭ്യാസത്തിനായി സർക്കാരുകൾ ഉപയോഗിക്കുന്നത് പോലെ, അവയവങ്ങൾക്കായി നീക്കിവെച്ച ഊർജം നാഡീകോശങ്ങൾക്കായി വ്യയം ചെയ്തു. വിശാലമായ പുൽമേടുകളിൽ പാർക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നല്ല അതിജീവന തന്ത്രമായിരുന്നു എന്നതിൽ സംശയമില്ല. ഹോമോ സാപ്പിയനുമായി വാദപ്രതിവാദത്തിൽ വിജയിക്കാൻ ഒരു ചിമ്പാൻസിക്ക് ഒരിക്കലുമാവില്ല. പക്ഷേ ഒരു പഴഞ്ചൻ പാവയെ എന്ന പോലെ മനുഷ്യനെ രണ്ടായി വലിച്ചു കീറാൻ തീർച്ചയായും അതിന് കഴിയും. നമ്മുടെ വലിയ തലച്ചോർ ഇന്ന് ഫലം നൽകുന്ന ഒന്നായി മാറിയിരിക്കുന്നു. അത് ഉപയോഗപ്പെടുത്തി നമ്മൾ കാറുകളും തൂക്കുകളും ഉൽപ്പാദിപ്പിക്കുന്നു. അവ ഉപയോഗിച്ച് ചിമ്പാൻസികളെക്കാളും വേഗത്തിൽ സഞ്ചരിക്കുന്നു. അവയുമായി മൽപ്പിടുത്തം നടത്തുന്നതിന്